അങ്ങനെ ഇതാണ് നമ്മളെ ചെന്നൈ മെട്രോ സ്റ്റേഷൻ. ചെന്നൈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ അശോക് നഗർ എന്നുള്ളൊരു മെട്രോ സ്റ്റേഷനാണ്. ഇവിടുന്ന് നേരെ നമുക്ക് എയർപോർട്ടിലേക്ക് മെട്രോ കിട്ടും. ഒരു 6 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏറ്റവും നല്ല വഴിയാണ് നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ളത് മെട്രോ ത്രൂ. കാരണം നമ്മൾ പ്രൈസിനെ കമ്പയർ ചെയ്യുമ്പോഴായാലും കംഫേർട്ടായാലും എന്തുകൊണ്ടും ഏറ്റവും ബെറ്റർ മെട്രോ ആണ്. അങ്ങനെ എയർപോർട്ടിലെത്തി നേരെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അകത്ത് കയറിയപ്പോഴാണ് ആലോചിച്ച കുഞ്ഞിപ്പെണ്ണ് ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ, ഒന്ന് വാങ്ങാണ്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്തോ ഒരു മനസ്സിനൊരു സുഖക്കേടായതുകൊണ്ട് അവിടുന്ന് അതിൻ്റെ പുറത്തുനിന്ന് തന്നെ കുറച്ച് ടോയ്സൊക്കെ കുഞ്ഞിന് വാങ്ങി. പിന്നെ പെട്ടെന്ന് തന്നെ ടിക്കറ്റൊക്കെ കൺഫേം ആയിട്ടുണ്ടായി. അങ്ങനെ നേരെ ലോഞ്ചിലേക്ക് പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു 2 hours അടുത്ത് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു അങ്ങനെ എയർപോർട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ഒരു ചിക്കൻ കറി ഷോപ്പ് ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ വന്നപ്പോൾ ഒന്നും ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ ഈ ക്ലോത്തിൻ്റെ ഷോപ്പൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി 2-3 ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. കയറി ഒന്നിരുന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫുഡ് വന്നു. നല്ല ചിക്കൻ ബിരിയാണി പിന്നെന്താ ഉണ്ടായെന്ന് ഓർമ്മയില്ല. എനിവേസ് നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കം പാസ്സാക്കണം. അപ്പോഴേക്ക് നമ്മളെ നാട് പിടിക്കും. നാടല്ല, ദുബായ് എത്തും നമ്മൾ. അങ്ങനെ ഒറ്റക്കായതുകൊണ്ട് ആസ്വദിച്ച് ഫുഡ് കഴിച്ചു ഞാൻ. പലപ്പോഴും എനിക്കിങ്ങനെ നമ്മൾ ഫാമിലിയായിട്ട് കൂടെ പോകുന്ന സമയത്ത് ഇങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റാറില്ല. പക്ഷേ ഇന്ന് നല്ലതായിട്ട് ആസ്വദിച്ച് ഞാൻ ഫുഡ് കഴിച്ചു. ഇതെന്തോ ഒരു വെണ്ടക്ക തോരൻ പോലത്തെ ഒരു സംഭവമായിരുന്നു. എപ്പോഴും ഒരു പ്രോട്ടീൻ ഫുഡ് അതിലുണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടൊരു ഐറ്റമായിരുന്നു ഇത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ നമ്മൾ ദുബായ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ദുബായ് ലാൻഡ് ചെയ്തപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കൂട്ടാൻ വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. എവിടെ ലാൻഡായിട്ട് ഞാൻ വിളിക്കുമ്പോൾ ഉണ്ട് നല്ല ഉറക്കമായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എയർപോർട്ടിലേക്കൊക്കെ വരുമ്പോഴേക്കും ഞാൻ അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ടാക്സി പിടിച്ച് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം ലഗേജൊന്നും ഉണ്ടായിരുന്നില്ല. ഓൺലി 1 ബാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കുറേ എയർപോർട്ട് ടാക്സി അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു ടാക്സി കയറി നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് കുളിക്കണം, എന്നാലേ നമുക്ക് ആ ഒരു എന്താണെന്ന് പറയുക, ഒരു ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ കുളിക്കണം. അങ്ങനെ വേഗത്തെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ വാതിൽ തുറന്ന് ഉള്ളിലെത്തിയപ്പോഴേക്ക് രണ്ടാളും നല്ല ഉറക്കമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ചെന്നൈയിൽ പോയി വന്ന വിശേഷം. അപ്പോൾ ഇനിയുള്ള നമ്മൾ ഡെയിലി വ്ളോഗ്സ് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.